നല്ലൊരു പ്രഭാതം വളരെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ സുവിശേഷ ഭാഗത്തിലൂടെ കുർബാന മധ്യ വായിച്ച് കേൾക്കുക. യേശു പറയാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് കണ്ണാണ് എന്നുള്ളതാണ്. കണ്ണ് എന്ന് പറയുമ്പോൾ കണ്ണ് എന്ന് പറയുന്നൊരു അവയവത്തെയല്ല, അതിലൂടെ നടക്കുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ഈശോ ഒരു സൂചന നമ്മുടെ ജീവിതത്തിലേക്ക് തരിക. ഒരിക്കലൊരു അധ്യാപകൻ ഒരു ക്ലാസ്സിലേക്ക് ഒരു വെള്ള പേപ്പറുമായിട്ട് ചെല്ലാണ്. അതിലൊരു പേന കൊണ്ട് ഒരു വരയിട്ടിട്ട് ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്ത് കാണുന്നു? ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, സാറേ ഞങ്ങൾ ഒരു വര കാണുന്നുണ്ട്. സാറ് ചോദിച്ചു, വേറെ ഒന്നും നിങ്ങൾ കാണുന്നില്ലേ? പ്രത്യേകിച്ച് ആർക്കും ഒരു മറുപടിയില്ല. അപ്പോഴാണ് ആ ക്ലാസ്സിലെ ഏറ്റവും പുറകിലിരിക്കുന്ന ബെഞ്ചിലെ ഒരു പയ്യൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ ആ വെള്ള കടലാസ് കാണുന്നുണ്ട്. അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അധ്യാപകൻ അവർക്ക് മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പറ്റുന്നൊരു കാര്യം, ഈ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. ഇത് കുറ്റമറ്റതാണെങ്കിൽ നമ്മുടെ ശരീരം പ്രകാശിക്കും, അല്ലെങ്കിൽ ശരീരം മുഴുവൻ ഇങ്ങനെ ഇരുണ്ടുപോകുമെന്നൊക്കെ ഈശോ പറയാണ്. എവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ കണ്ണല്ല, കണ്ണിലൂടെ നടത്തുന്ന നിൻ്റെ കാഴ്ച, നിൻ്റെ വിലയിരുത്തൽ, നിൻ്റെ നോട്ടം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളപ്രതലത്തിൽ വരച്ച കറുത്ത വരയെ നമ്മൾ വളരെയേറെ ഫോക്കസ് ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നൊരു വെള്ളപ്രതലം, ആ വെള്ളക്കടലാസ് ഉണ്ടെന്നുള്ളതാണ്. നമ്മളെക്കുറിച്ചാണെങ്കിലും മറ്റുള്ളവരെക്കുറിച്ചാണെങ്കിലും നമ്മൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഉറവുകളിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങുമ്പോൾ ബാക്കിയുള്ള വെള്ളപ്രതലം നമ്മൾ നഷ്ടമാക്കുന്നുണ്ടെന്നാണ്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ ഈ കറുത്ത വരകളെ മാറ്റിയിട്ട് ആ വെള്ളപ്രതലത്തെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അവനെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഏറ്റവും അവനെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു കാര്യം, അവൻ പാപികളുടെയും വേശ്യകളുടെയും ഈ ചുങ്കക്കാരുടെയൊക്കെ കൂട്ടുകാരനായിരുന്നു എന്നാണ്. അവൻ ഈ വെള്ളപ്രതലത്തെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഇതാണ്. നമ്മുടെ കുറവുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അയ്യോ ഞാൻ വളരെയേറെ കുറവുള്ളവനാണല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോവുകയല്ല. എനിക്ക് ദൈവം തന്ന മറ്റ് സാധ്യതകളെ കുറെ കൂടി ഫോക്കസ് ചെയ്യുമ്പോൾ പതിയെ പതിയെ എന്നിലുള്ള തിന്മയെ മറികടക്കാൻ എൻ്റെ നന്മ കൊണ്ട് എനിക്ക് സാധിക്കുന്നതാണ്. മറ്റൊരാളെ ഞാൻ വിലയിരുത്തുമ്പോൾ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ വിലയിരുത്തുമ്പോൾ അവൻ തെറ്റുകാരനാണെന്ന് പറയുമ്പോഴും അവൻ്റെ ഉള്ളിലെ ആ കറുത്ത വരയ്ക്കപ്പുറത്ത് അതിനേക്കാളും വിശാലമായുള്ള ആ വെള്ളപ്രതലത്തെ ഒന്ന് കാണാനുള്ള കാഴ്ചയുണ്ടാവണം. ഈ ഒരു ദിവസം ഈശോ നമുക്ക് നൽകിയത് അതിനു വേണ്ടിയിട്ടാണ്. ഈ എൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൻ്റെ വെള്ളപ്രതലങ്ങളെ കാണാൻ, അല്പമുള്ള ഈ കറുത്ത വരകളെ ഒന്ന് മാറ്റിവെച്ചിട്ട് സ്നേഹത്തോടെ ഒന്ന് അവനെ വിലയിരുത്താൻ, സ്നേഹത്തോടെ അവൻ്റെ നന്മകളെ വിലയിരുത്താൻ ഒരു വലിയൊരു കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.